പോയോ? ഒരു മണിക്കൂറായി ഞാൻ ആ പൈപ്പും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ. വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും. അവന്മാര് കുത്തിയപ്പോ ഇനി അതങ്ങനെ മുറിഞ്ഞു പോയിരിക്കോ? എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയണ്ട. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 1-2 കുത്തു വാങ്ങി എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെയും കൊണ്ട് പോയിട്ടുണ്ടാവും. അവളെ പറ്റി നീ എന്താ ചിന്തിക്കാത്തത്? പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയൊരു ദേഹമല്ല എന്റേത്. ഈ തടി കയറാവുന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത്? വയറിന് 24 തുന്നോ? അത് പിന്നെ സഹിക്കാം. ഈ മൂത്രം പോകാത്തതിന് ഇപ്പൊ എന്താ ചെയ്യാ? അതിനി വേറെ ടാപ്പിടേണ്ടി വരുമോ? ഇതിനുള്ള ഉത്തരം ഞാനൊന്ന് എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു തരാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. സിസ്റ്റർ അല്ലേ പറഞ്ഞ എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന്. ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങിത്തരും. അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത്? എന്നെ കണ്ടിട്ടോ? ഏത് ഭാര്യ? ഏത് ഓഫീസില്? സാറിന്റെ ഭാര്യയല്ലേ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത്? ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിൽ നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത്? സാറെന്തിനാ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞു തന്നത്? ഇത് നുണയൊന്നുമല്ല, സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത്. മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത്. സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷ്യറോടും പറഞ്ഞു. അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണമത്രേ സാറിനെ ചികിത്സിക്കാൻ. സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ? ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്? അത് തന്നെ ഞാനും കേഷീറ്റിൽ എഴുതിയിരിക്കുന്നത്. അതേതായാലും നന്നായി. അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂരിക്കുട്ടനുണ്ട്. ഇങ്ങനെ കണ്ണി ചോരയില്ല സംസാരിക്കരുത്. ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ബോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ട് എവിടെ കൊണ്ടുവന്നാക്കിയത്. അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല. എന്റെ കണ്ടീഷൻ അത്രയും മോശമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല. ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് 6 കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത്. അല്ല, സാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഇല്ല, അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് വേദനിക്കാനൊന്നുമില്ല. ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ. സാറ് പറഞ്ഞ ഒന്നും സിസ്റ്റർ കാര്യമാക്കണ്ട. ഞാൻ സത്യം പറയാം. സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട്. ഈ കുത്തുകൊണ്ട് അത് പരിഹരിച്ചു കിട്ടില്ല അത്രയും നല്ലത്. അവരിനിയും വരുമോ സിസ്റ്റർ? പിന്നെ വരാതിരിക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയും ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും. ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല പെണ്ണുങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോ എന്നാ എന്റെ സംശയം. കണ്ടാലെങ്ങനെ? എന്നെക്കാൾ ഭംഗിയുണ്ടോ? ഇത്രയും ഭംഗി ഏതായാലും ഇല്ല. എന്നാലും അത് സാറിന്റെ ഭാര്യ തന്നെ. എന്റെ പൊന്ന് സിസ്റ്റർ, ഞാൻ കണ്ണനല്ല. എന്റെ പേര് ജയദേവെന്ന. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ എന്തിനാ കള്ളം പറയുന്നത്? കുട്ടികളുണ്ടാവില്ലേ? ആർക്ക്? നിങ്ങൾക്ക്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? സിസ്റ്ററാണോ മദറാണോ ഞാൻ നോക്കൂല. ഒരൊറ്റ കുത്തു കിടപ്പില്ലേ? അത് അത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട. ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കറിനെ ഒന്ന് കാണണം. അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ. ഭാര്യ പ്രസവിക്കും. അത് കൊള്ളാമല്ലോ സാറേ. ഒരു കുത്തുകൊണ്ട് 2 ഓപ്പറേഷൻ. നമുക്ക് അതും അങ്ങ് നടത്താം. നിങ്ങളായി സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞോ? വെറുതെ എന്തിനാടോ ഒരു കുടുംബം കലക്കുന്നത്? അത് കൊള്ളാമല്ലോ. ആരടാ അവള്? അത് ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്തൊരു നഴ്സാ സാറേ. അതല്ലടാ. പിന്നെ എനിക്ക് ആണത്വമില്ല എന്ന് പറഞ്ഞ എന്റെ ആ ഭാര്യ ഏതാണെന്ന് സാർ ഈ ദാസനോട് സത്യം പറഞ്ഞു. ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അറിയാതെ സാറ് വല്ല ആണത്വം തെളിയിക്കാൻ പോയോ? വകുപ്പ് മാറി ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ? അല്ലേ? പണ്ടാറടങ്ങണ പാവക്കുട്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തലവര് പറയുന്നതിലും കാര്യമുണ്ട്. ഈ തൊഴിൽ നമ്മുടെ ചോറ. നമ്മൾ ആ പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഏതായാലും ഈ ജുഹു ബീച്ചിൽ അവൾ വരാതിരിക്കില്ല. അതവളല്ലേ? അതെ അതെ. പട്ടം പിടിച്ചോളാം.
നേര് പറഞ്ഞ ഈശ്വരനെ നിങ്ങൾ എന്റെ അടുത്ത് എത്തിച്ചത്. ഓപ്പറേഷനും കഴിഞ്ഞ് ആകെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത്, അതും തൊട്ടടുത്ത വാർഡില്. തല ഇപ്പൊ എങ്ങനെയുണ്ട്? ആകെ പാടെ ഒരു തരിപ്പ്. കണ്ണടച്ചാ മതി, തല ഒരുമാതിരി ഡബിൾ ഡെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും. ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാ മൂന്നാളും ഒരേ സമയത്ത് തലകുത്തി വീണത്? സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത്. പാവം. ഇവൻ പറയുന്നതേ, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ കയറിയപ്പോ കാലുപഴുതി വീണതാ. ഇല്ലടാ. ഇവരെന്താ സാറേ പറയണത്? എന്ത് പറയാനടാ ദാസ, നമ്മള് മലയാളികൾ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. ഇതാ കണ്ടില്ലേ, ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് തല മൂന്നും ഫ്യൂസായി. നാട്ടിലുള്ളവർ ഇതുവല്ല അറിയുന്നുണ്ടോ? ഒക്കെ വിധി. പിടി റാണി. വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം, അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോയയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിള്ളാരുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പം അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലെന്ന് മൂപ്പിള്ളാരല്ലേ പറഞ്ഞേ. അല്ല, അത് മറന്നോ? നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? കോയ, കരിപ്പൂര് കോയ. താൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസം ഒന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകന്റെ കണക്ക് പുസ്തകത്തിൽ കാണണം, അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം. ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറയായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി? എന്ത് സ്വകാര്യം? എന്ത് തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി? അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്തുവാ ഇത്? എന്റെ പൊന്നെ അച്ഛൻ വിശ്വസിക്കല്ലേ? എന്റെ പൊന്നച്ച, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. എന്താ ഇത്? എല്ലാരും കൂടെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവൻ എങ്ങനെയാ പറയുന്നത്? ഇവനേക്കാൾ 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ, എന്നോടും തങ്ങളോട് വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓടി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി, അവസാനം ജനിച്ചാലും ശരി, അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പൊക്കണം, അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങളിവിടെ താമസിക്കുന്നത്, അല്ലേടി? അതെ. ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാണ് അത് എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതിയെന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചട്ടൻ പറയുന്ന കളവാണച്ചാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാൽ ഞാനാ. ആ നാമം ജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കൊച്ചട്ടൻ, ഞാൻ ഇത് കേട്ടില്ലേ അച്ഛാ? അമ്മയെ ഞാൻ പൊന്നു പോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്ണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറുകയിൽ തൊട്ടമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി നോക്കിക്കോളൂ എന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മലർന്ന് കിടന്ന് ശ്വാസം നിൽക്കുന്ന അമ്മ എങ്ങനെയാ കാല് പിടിച്ച് നിൽക്കണ വാസുണ്ണിയുടെ നെറുകയിൽ തൊടുന്നത്? കൈക്കിത്ര നീളുണ്ടാവ എന്റെ അമ്മ ആരാ കിങ്കോ? മരം കൊടു. മതി, നിർത്ത്. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത്? എന്നെ ബോധിപ്പിക്കാനോ? ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത്. അങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ കള്ളനായതുകൊണ്ടാ. നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്തക്കള്ളൻ. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതി നൂറ്റാൻ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണക്കുട്ടി. എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കള്ളനാക്കാനല്ലേ ഏട്ടനും പെങ്ങളും നോക്കുന്നത്? ഒന്നില്ലെങ്കിലും എന്റെ കൂടപ്പറപ്പല്ലേ. ഈ അളിയനെ കൊന്നിട്ടായാലും ശരി, വേണ്ടി വന്നാൽ ഞാൻ ഇതെല്ലാം കലക്കും. കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടക അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളെന്താ പറഞ്ഞേ?
അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാനിട്ടു. അത് ഇത്തിരി ശബ്ദത്തിലായി പോയി, അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. നിങ്ങൾ എവിടേക്ക് പോകണം?